വെള്ളത്താൽ ചുറ്റപ്പെട്ട പമ്പയാറിന്റെയും മറ്റു പഞ്ചായത്തുകളുടെയും അതിർത്തി പങ്കിടുന്ന ആലപ്പുഴ ജില്ലയിലെ രാമങ്കരി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ഇനി പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോൻ ഉണ്ട്. നമസ്കാരം ശ്രീ രാജ്മോൻ. നമസ്കാരം. കാർഷിക മേഖലയ്ക്കും ശുചിത്വ മേഖലയ്ക്കും പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ശുചിത്വ മേഖലയിൽ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? മാലിന്യ സംസ്കരണ മേഖലയിൽ പഞ്ചായത്തിന് ആത്മാർത്ഥമായ ശ്രമം നടത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ മേഖല ഞങ്ങൾ ഈ ഹരിതകർമ്മ സേന രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ 13 വാർഡാണുള്ളത്. രാമങ്കരി പഞ്ചായത്തിൽ 13 വാർഡുണ്ട്. 13 വാർഡിൽ 26 ഗ്രാമങ്ങളിലും 26 ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യീകരണമാണ് മുഖ്യമായ ഒരു ടാർഗറ്റ് ഇടുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ വണ്ടി അവർക്കുള്ള യാത്രാ സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ അതിനുള്ള ഈ സംസ്കരണ മേഖല തന്നെ കണ്ടെത്തിക്കൊണ്ട് ഇത് വേർതിരിച്ച് അത് ഞങ്ങൾ മറ്റ് ഏജൻസി വന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാലിന്യമുക്ത പഞ്ചായത്ത് കൂടിയാണ്. അതുപോലെ തന്നെ ഒരു ഗ്രാമപ്രദേശമാണ്. തോടുകളും പുഴകളും ഒക്കെയുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് ജലാശയ സംരക്ഷണമൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ജലാശയ സംരക്ഷണം എന്ന് പറയാൻ ഞങ്ങൾക്ക് ജലങ്ങൾ കെട്ടിക്കിടക്കുന്ന മേഖലകളൊക്കെ ഉണ്ട്. ഈ ചെറിയ ചെറിയ ആ തോടുകളും പിന്നെ പമ്പാ നദിയുടെ ശാഖയൊക്കെ ഒഴുകി പോകുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. അവിടെ ഇപ്പൊ നമ്മൾ ഒഴുക്ക് നിലച്ചുകൊണ്ട് 2018 ജലപ്രളയത്തിന് ശേഷം നമുക്ക് മണ്ണെടുക്കാനുള്ള സർക്കാരിനുള്ളൊരു അനുമതി കിട്ടിയിട്ടില്ല. മണ്ണ് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ജലത്തെ നമുക്ക് ഒരുക്കി വിടാൻ പറ്റുള്ളൂ. അപ്പൊ മലിനമായ ജലം കെട്ടിക്കിടക്കുന്നത്. അപ്പൊ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് തന്നെ തനതായ ഫണ്ട് വെച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിനോടൊക്കെ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോ ഇവിടെ ഈ പായല് ഒക്കെ തിങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. പായൽ നമ്മളെ പോളകൾ കടകളും ഞങ്ങൾ പറയും. ഈ പുല്ല് ഇതൊക്കെ കാറ്റിലോട്ട് വളർന്നിറങ്ങി കിടക്കുന്ന നദിയിലേക്ക് ഇറങ്ങി കിടക്കുന്ന അത് ഞങ്ങൾ തനതായ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഇറിഗേഷൻ വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് ശുദ്ധീകരിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോഴത്തെ ഈ ഫണ്ട് ഇപ്പോൾ തന്നെ ഫണ്ടിൽ തന്നെ ഞങ്ങൾക്ക് എൻ്റെ 4 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ AC കനാൽ എന്ന് പറയും, ആലപ്പുഴ ചങ്ങനാശ്ശേരി ഈ റോഡിന്റെ AC കനാൽ രാമങ്കരി പഞ്ചായത്തിൽ കൂടെ കടന്നു പോകുന്ന 8 കിലോമീറ്റർ ദൂരമുണ്ട്. രാമങ്കരി പഞ്ചായത്തിൽ കൂടി കടന്നു പോകുന്ന 8 കിലോമീറ്റർ ദൂരത്തിൽ ഈ AC കനാലാണ് ഉള്ളത്. ആ AC കനാലിനെ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമായ നടപടി ഫണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ജലത്തെ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈ പ്രാഥമിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെള്ളമാണ് ഈ AC കനാലിൽ നിൽക്കുന്നത്. മറ്റേ കുടിവെള്ളമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ പൈപ്പ് ലൈൻ മുഖേന കേരള ഇവിടെ ജല അതോറിറ്റിയുടെ പൈപ്പുകളൊക്കെ നടന്നുകൊണ്ട് പിന്നെ ജലമിഷന്റെ പൈപ്പുകളുണ്ട്. എല്ലാ വാർഡുകളിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളെ ജലസംരക്ഷണമായിട്ടോടെ ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ എല്ലാം പാടങ്ങളാണ്. കാരണം ചെറിയ ചെറിയ പാടങ്ങളുണ്ട്, വലിയ പാടങ്ങളുണ്ട്. ആ പാടത്തിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളുണ്ട്. കാരണം ഒഴുക്കില്ലാതെ വരുമ്പോൾ ഇത് കെട്ടിക്കിടക്കുമ്പോൾ വെള്ളം വരുമ്പോൾ അത് അഴുക്കായ സംവിധാനമാണുള്ളത്. ചിലപ്പോൾ നമുക്ക് പ്രാഥമിക ആവശ്യം പോലും ഉപയോഗിക്കാൻ മേലാത്ത രീതിയിൽ ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞ് കച്ചിയൊക്കെ ചീഞ്ഞ് വെള്ളം പുറത്തോട്ട് വരുമ്പോൾ കുടിവെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ ഞങ്ങളിത് വള്ളത്തേലും അല്ലെങ്കിൽ വാഹനത്തിൽ വെള്ളം എത്തിച്ചു കൊടുക്കാറുള്ളതാണ്. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട കളക്ടറിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചു, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണോ അവിടെ? അതെ അതെ തീർച്ചയായിട്ടും. നമുക്ക് AC കനാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, AC കനാലിൽ നമുക്ക് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല AC കനാൽ അക്കരെ AC റോഡ് ഇങ്ങേപ്പുറത്ത് അങ്ങ് വരെ ഞാൻ പറഞ്ഞ ഒരു 10-14 കിലോമീറ്ററോളം നമുക്ക് ഈ നദി ഒഴുകുന്ന ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി വരെ ഒഴുകുന്നൊരു നദിയാണ് നമ്മുടെ AC കനാൽ എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഈ ഈ പായലൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂറിസം നല്ലൊരു സാധ്യതയുള്ളൊരു മേഖലയാണ്. ഞങ്ങൾ അടുത്ത പദ്ധതിയിലേക്ക് ഞങ്ങൾ ഈ ടൂറിസം വെച്ചിട്ടുണ്ട്. ഉൾനാടൻ ടൂറിസം എന്നും പറഞ്ഞ് ബോട്ടും ഒക്കെ വെച്ച് ഫണ്ടിങ് നടത്താനുള്ള ഒരു പരിപാടിയൊക്കെ ഞങ്ങൾ അടുത്ത പദ്ധതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ അടുത്ത ബഡ്ജറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ടൂറിസത്തിന്റെ നല്ല സാധ്യതയുള്ളൊരു മേഖലയാണ്. തീർച്ചയായിട്ടും രാമങ്കരി പഞ്ചായത്ത് ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഈ തെരുവുനായ ശല്യത്തിലൊക്കെ പ്രശ്നത്തിൽ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്? ഞങ്ങള് കഴിഞ്ഞ ഈ സീസണിൽ 2-3 മാസമായുള്ളൂ 175 നായ്ക്കളെ ഞങ്ങൾ ഈ വന്ധീകരണം ചെയ്യുകയും അതുപോലെ തന്നെ വാക്സിനേഷൻ ചെയ്യുകയും ചെയ്തു. പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടുണ്ട്.
ഇന്നലെ തന്നെ മിനിഞ്ഞാന്ന് നമ്മുടെ മുൻ പഞ്ചായത്ത് മെമ്പറും അത് തന്നെ 1-2 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. അപ്പൊ അത് ആ തെരുവുനായ ഒരു ശല്യം തന്നെയാണ്. അത് ഞങ്ങളുടെ ഭാഗത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അറവുശാലകളിൽ ഇവര് അറവുശാലയ്ക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുണ്ട്, മറ്റു മാലിന്യങ്ങൾ പുറത്തോട്ട് എറിയുമ്പോൾ അത് ശേഖരിക്കാൻ വേണ്ടി വരുന്നതാണ് ഈ നായ്ക്കൾ. അതവിടെ കൂട്ടം കൂടി നിന്നുകൊണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്നലെ 2-3 വരെ കഴിച്ച് ഞങ്ങളിപ്പോ അതിന്റെ നടപടി സ്വീകരിച്ച് ഇന്ന് ഇപ്പൊ നാളെ അടുത്ത 21-22 വാക്സിനേഷൻ വീണ്ടും തുടങ്ങുകയാണ്. അത് തനതായ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ പ്രതിനിധിയായ ഞങ്ങളുടെ പ്രിയ ടീച്ചർ, ഞങ്ങളുടെ ഇവിടുത്തെ പ്രതിനിധിയാണ്. പ്രിയ ടീച്ചറിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നമുക്ക് JPC പോലുള്ള സംവിധാനം, ഇതിനെ ഒരു ഷട്ടർ ഉണ്ടാക്കി അതിനെ സംരക്ഷിക്കുക. ചെറിയ നായ്ക്കളെല്ലാം പുറത്തു വിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് എടി കേൾക്കും, ഇത് കടിക്കും. ബന്ധീകരണം ചെയ്തെന്ന് പറഞ്ഞാലും ഇത് കടിക്കാതെ പട്ടി കടിച്ചിരിക്കും. അപ്പൊ അത് ജനങ്ങളിൽ നിന്ന് ഭീതി ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിനെ ശേഖരിച്ചുകൊണ്ട് അല്ല ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഷട്ടർ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ അവിടെ താമസിപ്പിച്ച് അവർ അതിനെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നെടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തെരുനായ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമായ ഒരു മേഖലയാണ് ഞങ്ങളുടെ ഇവിടെ. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്? കുടുംബശ്രീ അതുപോലെ തന്നെ സ്വയം തൊഴിൽ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? സ്വയം തൊഴിൽ പദ്ധതി, സ്ത്രീ ശാക്തീകരണത്തിൽ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് 62 സംരംഭങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പുതിയ സംരംഭത്തിൽ തന്നെ 62 കുടുംബ യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ. പക്ഷെ പലതും നമുക്കത് സക്സസ് ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ പറയുന്ന ഉൽപ്പന്നങ്ങൾ ചിലപ്പോൾ വിപണിയിൽ വിറ്റുപോകാൻ സാധ്യത കുറവാണ്. അപ്പൊ അത് അനുസരിച്ച് നമ്മൾ പുതിയ ഒരു വിപണിയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അതിന്റെ സാധ്യത കൂടുതലുണ്ടെന്നാണ്. ചിലപ്പോൾ ഞങ്ങളിപ്പോൾ എടുക്കുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ തന്നെ അത് പുറത്തു കൊണ്ടുപോകാതെ നമ്മുടെ അവിടെ തന്നെ സംസ്കരിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും നിരവധി മേഖലയിൽ വിവിധ തരം വികസന പ്രവർത്തനങ്ങൾ, മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസത്തിന് കൂടുതൽ പണം കണ്ടെത്തുന്നതും ചെലവഴിക്കുന്നതും കൂടെ ഒരു പഞ്ചായത്താണ് രാമങ്കരി പഞ്ചായത്ത്. വിദ്യാഭ്യാസ മേഖലയിലെ ഒരു വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്കിവിടെ മാനേജ്മെന്റ് സ്കൂൾ 2 ഉണ്ട്, LP സ്കൂള്. ഗവൺമെന്റ് സ്കൂള് 3 ഉണ്ട്. അങ്ങനെ 5 സ്കൂളാണ് ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ളത്. ഗവൺമെന്റ് LP സ്കൂൾ വേടപ്രായം 125 വർഷം പഴക്കമുള്ള സ്കൂളുകളാണ് 2 ഉള്ളത് വേടപ്രായമുള്ളത്. ഒന്ന് രാമങ്കരി LP സ്കൂൾ, ഇതൊക്കെ പഴക്കമുള്ള സ്കൂളുകൾ. അവിടെയൊക്കെ നമ്മൾ വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് അടിസ്ഥാനമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഹൈടെക് രീതിയിലുള്ള സ്കൂളുകളാണ് എല്ലാം നമ്മൾ തിരിച്ചുകൊണ്ട് അടുത്ത കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ 15 ലക്ഷം രൂപ ഈ സർക്കാർ സ്കൂളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അവരുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി. സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിനും അതുപോലെ പൂച്ചെടി ഒക്കെ വെച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 5 സ്കൂളാണ് ഉള്ളത്. ഒരു ഹൈസ്കൂൾ ഉള്ളത് ഒരു മാനേജ്മെന്റ് സ്കൂളാണ്, NSS ഹൈസ്കൂളാണ് ഉള്ളത്. പിന്നെ നമുക്ക് UP സ്കൂൾ എന്ന് പറഞ്ഞ ഒരു വേടപ്ര UPS LPS കൂടെ ഉണ്ട്. അത് 2 കൂടെ കൺബൈൻ ആയിട്ട് സ്കൂള്. വേടപ്ര LP സ്കൂൾ തന്നെ വേറൊരെണ്ണമുണ്ട്. രാമങ്കരി LP സ്കൂളുണ്ട്. ഫാദർ ഫിലിപ്പോസ് മെമ്മോറിയൽ സ്കൂൾ മാമ്പുഴക്കരി, സെന്റ് മേരീസ് LP സ്കൂൾ മണലാടി. ഇങ്ങനെയുള്ള ഒരു 4 സ്കൂളാണ്, 5 LP സ്കൂളാണ് ഈ പഞ്ചായത്തിലുള്ളത്. ഈ മാനേജ്മെന്റ് സ്കൂളിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സർക്കാർ സ്കൂളുകൾക്കെല്ലാം ആവശ്യമായ നടപടി അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസപരമായി അവർക്ക് കളി സൗകര്യങ്ങളുണ്ടായി ഒരുക്കി കൊടുക്കുന്നതിനും അവരുടെ ഡെസ്ക് കസേര, ആ സ്കൂൾ നമുക്ക് കുട്ടികൾക്കുള്ള സ്കൂളിൽ വന്നു പോകാനുള്ള സൈക്കിള്, ഇതെല്ലാം നമ്മൾ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അടുത്ത ബഡ്ജറ്റിൽ അവർക്ക് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വിവിധ മേഖലയിൽ രാമങ്കരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഒരു വ്യവസായ സംരംഭം തുടങ്ങുക എന്നുള്ള ഒരു സ്വപ്ന പദ്ധതി കൂടിയുണ്ട് ഗ്രാമപഞ്ചായത്തിന്. തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാൻ പറഞ്ഞ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു വ്യവസായ സംരംഭം തുടങ്ങി ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കിട്ടാനില്ല. ഭൂമി എല്ലാം കണ്ടങ്ങളും ഒക്കെയാണ്, പാടശേഖരമാണ് എല്ലാം കിടക്കുന്നത്. തരിശായി കിടക്കുന്ന ഭൂമി നികത്താൻ സർക്കാർ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഞങ്ങൾ 2 ഏക്കർ നിലം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു സ്കൂൾ ഗ്രൗണ്ടിന് മേടിച്ചിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ AC മൊയ്തീൻ സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചതാണ്.
അപ്പൊ എന്നിട്ട് പോലും ഒരു അനുവാദം തന്നില്ല. സ്കൂൾ ഗ്രൗണ്ട് നിർത്തിക്കൊണ്ട്, സ്കൂളല്ല, ഈ ഗ്രൗണ്ട് ഇവിടെ നിർത്തിക്കൊണ്ട് അവിടെ ഷട്ടർ പോലുള്ള സംവിധാനം. കാരണം വെള്ളപ്പൊക്കത്തെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഞങ്ങൾ നേരെ പോകുന്ന ചങ്ങനാശ്ശേരി പോലുള്ള പ്രദേശങ്ങളിലേക്കാണ് പോകുന്നത്. പൊക്കമുള്ള പ്രദേശം ഏറ്റവും അടുത്തത് നിന്ന് ചങ്ങനാശ്ശേരിയാണ്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടേക്ക് പോകാതെ തന്നെ നമുക്കൊരു ഷട്ടർ സംവിധാനം ഒരുക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ അവരെ താമസിപ്പിക്കാൻ ഒരു സംവിധാനം നടക്കണം എന്നുള്ള ധാരണയിലൊക്കെയാണ് ഞങ്ങൾ പൊക്കാൻ ഒരുങ്ങിയത്. പക്ഷെ അതൊന്നും ഈ സർക്കാരിന്റെ ചില നൂലാമാലകളൊക്കെ ഉണ്ടല്ലോ, അത് കാരണം കൊണ്ടൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കങ്ങനെ ആ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. ഒരു പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പുതിയ മറ്റുള്ള ഈ ഈ IT പോലുള്ള അവരെ പഠിച്ചവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള സംവിധാനമാണ് നമ്മൾ നയിക്കുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യ രംഗത്തെ പ്രവർത്തനത്തെ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കി വരുന്നത്? ആരോഗ്യരംഗത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹോമിയോ ആശുപത്രി ഒന്നുണ്ട്, സിദ്ധവൈദ്യശാലയുണ്ട്, ഒന്ന് വൈദ്യശാലയുണ്ട്, ഒന്ന് ഞങ്ങൾക്ക് താലൂക്ക് ആശുപത്രിയുണ്ട്, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ 4 മേഖലയായിട്ട് നമ്മൾ തിരിക്കുന്നത്. എല്ലാവർക്കും അവിടെ യാത്രക്കാർക്ക് അവിടെ യാത്ര പോകാനും അവിടെ വന്നിരിക്കും വിശ്രമമോദി എടുക്കുവാനും അവിടെ നിന്ന് ആവശ്യമായ മരുന്നുകളെല്ലാം എത്തിച്ചു കൊടുക്കുവാനും മരുന്ന് ആവശ്യമായ എല്ലാം നല്ലൊരു താലൂക്ക് ആശുപത്രി പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ ഇടപെടലും നേഴ്സുമാരുടെ ഇടപെടലും പഞ്ചായത്തിന്റെ ഇടപെടലും അങ്ങോട്ട് രോഗികൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ എല്ലാ മരുന്നുകളും എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് ഇണക്കിയിട്ടുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്, മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ രാമങ്കരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. രാമങ്കരി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളായിരുന്നു പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ ആർ രാജമോഹൻ. നമസ്കാരം. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നമസ്കാരം.